ഇന്ത്യയെക്കാളും 4 മടങ്ങ് വലിപ്പമുള്ള ഭൂഖണ്ഡം, 6 മാസം പകലും 6 മാസം രാത്രിയുമായിട്ടുള്ള ഭൂഖണ്ഡം, ഒരു ടൈം സോൺ പോലും ഇല്ലാത്ത ഭൂഖണ്ഡം, ലോകത്തിലെ ഒരു രാജ്യങ്ങൾക്കും അവകാശമില്ലാത്ത ഭൂഖണ്ഡം, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യാത്ത ഭൂഖണ്ഡം. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അന്റാർട്ടിക്കയെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ്. ശരിക്കും ഇങ്ങനൊരു ഭൂഖണ്ഡം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 200 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനൊരു ഭൂഖണ്ഡം ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. 300-400 വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് മാപ്പിൽ ഇങ്ങനൊരു ഭൂഖണ്ഡത്തെക്കുറിച്ച് ഒരു അടയാളമോ ഒരു ചിത്രമോ ഉണ്ടായിരുന്നില്ല. വെളുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന അന്റാർട്ടിക്ക നമ്മുടെ ഭൂമിയുടെ സൗത്ത് പോളിലുള്ള ഒരു വലിയ ഭൂഖണ്ഡമാണ്. അന്റാർട്ടിക്ക എന്നൊരു ഭൂഖണ്ഡം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് ഫസ്റ്റ് ആശയം ഉന്നയിച്ചത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിരുന്നു. മഞ്ഞുമൂടിയ ഒരു ഭൂഖണ്ഡം ഉണ്ട് എന്ന് പറഞ്ഞത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് നേരിട്ട് പോയി കണ്ടിട്ടില്ല. അവർ അത് വെറും ഇമാജിനറി ആയിട്ട് മാത്രമാണ് പറഞ്ഞത്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് പറഞ്ഞ തിയറിയെ അംഗീകരിക്കാത്ത കുറേ ആൾക്കാർ പറഞ്ഞത് ഓസ്ട്രേലിയ കഴിഞ്ഞാൽ ഇനിയൊരു ഭൂഖണ്ഡത്തിന് ഒരു ചാൻസുമില്ല എന്നാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയ കഴിഞ്ഞ് കുറേ ആൾക്കാർ യാത്ര നടത്തിയപ്പോഴാണ് മഞ്ഞു മൂടിയൊരു സ്ഥലം ഭൂമിയുടെ സൗത്ത് പോളിലായി ഉണ്ടെന്ന് അറിഞ്ഞത്. ആ സ്ഥലത്തിന് കിലോമീറ്റർ കണക്കിന് നീളമുണ്ടാവും എന്നാണ് അവർ ക്ലെയിം ചെയ്തത്. അതൊരു ഐലാൻഡ് ആവാനുള്ള ഒരു ചാൻസുമില്ല, അതൊരു ഭൂഖണ്ഡം തന്നെ ആയിരിക്കണം എന്നാണ് കണ്ടവർ അത് ക്ലെയിം ചെയ്തത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അന്റാർട്ടിക്കയിൽ മറ്റ് ഏത് രാജ്യക്കാർക്കും അധികാരമില്ലാത്തതുകൊണ്ട് തന്നെ പല രാജ്യത്തിലുമുള്ള ആൾക്കാർ അന്റാർട്ടിക്കയിൽ റിസർച്ചിനായി വരാൻ തുടങ്ങി. അന്റാർട്ടിക്കയിൽ 6 മാസം പകൽ 6 മാസം രാത്രി ആയതുകൊണ്ടും വളരെ തണുപ്പ് കൂടിയൊരു ഭൂഖണ്ഡമായതുകൊണ്ടും ഒരു ടൈം സോൺ പോലും ഇല്ലാത്തതുകൊണ്ടുമാണ് അവിടെ റിസർച്ചിന് വേണ്ടി മാത്രം ആൾക്കാർ എത്തുന്നത്. അന്റാർട്ടിക്കയുടെ സർഫേസിലുള്ള റിസർച്ചിന് ശേഷം മഞ്ഞിനടിയിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി റിസർച്ചേഴ്സ് മഞ്ഞിനടിയിൽ ഒരു 10,000 അടി ഡ്രില്ല് ചെയ്ത് നോക്കിയപ്പോൾ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തൊരു സംഭവം അന്ന് കണ്ടത്. അതെ, 10,000 അടിക്ക് താഴെ അന്റാർട്ടിക്കയിൽ ഫ്രഷ് വാട്ടർ കണ്ടെത്തി. 10,000 അടിക്ക് താഴെ എങ്ങനെയാണ് ഫ്രഷ് വാട്ടർ കിട്ടുന്നത് എന്ന് മനസ്സിലാവാതെ റിസർച്ചേഴ്സ് ആദ്യമായി അത്ഭുതപ്പെട്ടു. എന്നാൽ മഞ്ഞിനടിയിൽ വെറും ഫ്രഷ് വാട്ടർ മാത്രമല്ല, അതിനടിയിൽ വലിയൊരു നദി തന്നെ ഒഴുകുന്നുണ്ട് എന്ന് കണ്ടെത്തി റിസർച്ചേഴ്സ് രണ്ടാമത്തെ പ്രാവശ്യം അത്ഭുതപ്പെട്ടു. ആ 10,000 അടി താഴ്ചയുള്ള ഫ്രഷ് വാട്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവിടെയും ജീവനുണ്ട്, അവിടെയും മൈക്രോ ഓർഗാനിസംസ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് കണ്ടെത്തി. അങ്ങനെ റിസർച്ച് ചെയ്ത ആൾക്കാർ മൂന്നാമത്തെ പ്രാവശ്യം ഹാർട്രിക്കായി അത്ഭുതപ്പെട്ടു. അവിടെ നിന്ന് കിട്ടിയ മൈക്രോ ഓർഗാനിസത്തിന്റെ DNA ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾക്ക് ഒരു തരത്തിലും പരിചിതമില്ലാത്ത ഒരു ജീവിയുടെ DNA ആണ് അതിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ നമ്മളിൽ നിന്നും വ്യത്യസ്തമായ ഒരു DNA കിട്ടാനുള്ള ഒരു മെയിൻ കാരണം മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂഖണ്ഡം ഇപ്പോൾ ഉള്ളതുപോലെയല്ല ഉണ്ടായിരുന്നത്. എല്ലാം ഒറ്റ ലാൻഡായിരുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്ന പിരിഞ്ഞു കിടക്കുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റ ലാൻഡായിരുന്നു. അതിനുശേഷം ഭൂഖണ്ഡങ്ങൾ പിരിയാൻ തുടങ്ങി. അങ്ങനെ ലാൻഡുകൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഭൂമിയുടെ സൗത്ത് സൈഡിൽ പോയ ലാൻഡിൽപ്പെട്ട ജീവികളായിരിക്കാം അത് എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ DNAയും ആ ജീവികളുടെ DNAയും ഒരു തരത്തിലും ബന്ധമില്ലാത്തത്. അന്റാർട്ടിക്കയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്റാർട്ടിക്കയിൽ നിന്നും ഒരു തരത്തിലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സാധനം അവിടെ റിസർച്ച് ചെയ്തിരുന്ന ആൾക്കാർക്ക് കിട്ടി. അത് ഒരു പെൺകുട്ടിയുടെ തലയൊട്ടിയായിരുന്നു. ഈ തലയൊട്ടി വർഷങ്ങൾക്ക് മുമ്പ് ചിലി എന്നൊരു ഭാഗത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ തലയൊട്ടിയുമായി സാമ്യമുള്ളത് കൊണ്ട് അവരുടെ ആരുടെയെങ്കിലുമായിരിക്കും എന്ന് ഒരു നിഗമനത്തിലെത്തി. അന്റാർട്ടിക്കയിൽ നിന്ന് തലയൊട്ടി കിട്ടി എന്നറിഞ്ഞ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഇതിനെ വെറുതെ വിട്ടില്ല. ആ തലയൊട്ടി ഏലിയൻ കുടുംബത്തിലെ ആരുടെയോ ആണ് എന്നൊക്കെയായി കെട്ടുകഥകൾ. ഇനി അന്റാർട്ടിക്കയിൽ തന്നെ വാവ് എന്ന് തോന്നിപ്പിക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അന്റാർട്ടിക്ക എന്നൊരു വലിയ ഭൂഖണ്ഡത്തിൽ വെറും 1000 ആൾക്കാർ മാത്രമാണ് താമസിക്കുന്നത്. അതും റിസർച്ചിന് വന്ന ആൾക്കാർ മാത്രം. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് 2 ATM അന്റാർട്ടിക്കയിലുണ്ട്. അന്റാർട്ടിക്ക മുഴുവനും ഐസ് കട്ടകൾ കൊണ്ട് നിറഞ്ഞൊരു ഭൂഖണ്ഡമാണെങ്കിലും അന്റാർട്ടിക്കയിൽ മഴ പെയ്തിട്ട് 2 മില്യൺ വർഷങ്ങളായി. കാരണം അവിടുത്തെ ടെമ്പറേച്ചറാണ്. അവിടുത്തെ ടെമ്പറേച്ചർ കാരണമാണ് അവിടെ 2 മില്യൺ വർഷങ്ങളായിട്ടും മഴ പെയ്യാത്തത്. അന്റാർട്ടിക്കയിൽ പൊതുവെ 2000 അടി താഴ്ചയിൽ മാത്രമാണ് ഐസ് കട്ടകൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അന്റാർട്ടിക്കയിൽ ഏറ്റവും നീളം കൂടിയ ഐസ് കട്ടയുള്ളത് 4000 അടി താഴ്ചയിലാണ്. അന്റാർട്ടിക്കയിലെ മുഴുവൻ ഐസ് കട്ടകളും ഉരുക്കിയാൽ ലോകത്തിലെ മുഴുവൻ കുടിവെള്ളക്ഷാമവും ഇല്ലാതാവും. കാരണം ലോകത്തുള്ള 70% ശുദ്ധജലവും ഉള്ളത് അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിൽ ഡീപ്പ് ലേക്ക് എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലെ വെള്ളം മാത്രമാണ് ഐസാവാതെ ഇരിക്കുന്നത്. കാരണം ആ വെള്ളം ഐസാവാതെ ഇരിക്കാനുള്ള ഒരു മെയിൻ കാരണം
ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന അളവിൽ കൂടുതലുള്ള ഉപ്പിൻ്റെ അംശമാണ്. അന്റാർട്ടിക്കയിൽ തന്നെ ഏറ്റവും വലിയ ആക്റ്റീവ് വോൾക്കാനോ ആണ് മൗണ്ട് എറിബസ്. ആ മൗണ്ട് എറിബസ് മാത്രം ഒന്ന് പൊട്ടിയാൽ അന്റാർട്ടിക്കയിലുള്ള 20% ഐസ് കട്ടകളും ഉരുകും. അങ്ങനെ ഉരുകിയാൽ ലോകത്തിലെ കടൽ വെള്ളത്തിൻ്റെ ഉയരം 16 അടിയോളം ഉയരും. നമ്മൾ ഇപ്പോൾ കാണുന്ന കടൽ തീരത്തിനടുത്തുള്ള പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാവും. അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഒരു പറക്കാൻ പറ്റാത്ത ഒരു പറവ ഇനമാണ് പെൻഗ്വിൻസ്. ആ പെൻഗ്വിനുകളുടെ എണ്ണം നോക്കിയാൽ ന്യൂസിലാൻഡ് എന്നൊരു രാജ്യത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് അന്റാർട്ടിക്കയിലുള്ള പെൻഗ്വിനിൻ്റെ അളവ്. അന്റാർട്ടിക്കയിൽ ഒരു ചുവന്ന കളറിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. ഈ ചുവന്ന നദിയെ ആൾക്കാർ ആദ്യം കണ്ടപ്പോൾ രക്തമാണെന്ന് കരുതി ആദ്യം തെറ്റിദ്ധരിച്ചു. ആ വെള്ളത്തിൽ അളവിൽ കൂടുതൽ അയൺ ഓക്സൈഡ് കലർന്നതുകൊണ്ടാണ് ആ വെള്ളം ചുവപ്പ് നിറത്തിൽ ഒഴുകുന്നത് എന്ന് റിസർച്ചേഴ്സ് പിന്നെ കണ്ടെത്തി. അന്റാർട്ടിക്കയെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വിവരങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.